നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP രണ്ടാം സെമസ്റ്റർ സയൻസ് BSc വിദ്യാർത്ഥികളുടെ AEC എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. വിനിമയ മലയാളവും ശാസ്ത്രരചനയും എന്ന പേപ്പറിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കർണന്റെ അരങ്ങേറ്റം എന്ന് പറയുന്ന ലേഖനമാണ്. ഈ ഒരു പാഠഭാഗം കുട്ടിക്കൃഷ്ണ മാരാരുടെ ലേഖനമാണ്. അദ്ദേഹത്തിന്റെ ഭാരത പര്യടനം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഈ ഒരു ഭാരത പര്യടനം എന്ന് പറയുന്ന കൃതി അല്ലെങ്കിൽ കുട്ടിക്കൃഷ്ണ മാരാരുടെ നമുക്ക് പഠിക്കാനുള്ള കർണന്റെ അരങ്ങേറ്റം മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസ ഗ്രന്ഥത്തിലെ ഒരു സംഭവം പറഞ്ഞിട്ട് ആ സംഭവത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ലേഖനം ഉള്ളത്, കർണന്റെ അരങ്ങേറ്റം. അപ്പോൾ ശരിക്കും കർണന്റെ അരങ്ങേറ്റമാണ്. കർണൻ അങ്ങ് അരങ്ങേറുകയാണ്. മഹാഭാരത കഥ നമ്മൾ കുറച്ചെങ്കിലും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ലേഖനം വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റൂ. അപ്പോൾ മഹാഭാരതം നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നും നാളെയൊന്നും തീരില്ല. അത്രയധികം കഥാപാത്രങ്ങളും അത്രയധികം സംഭവങ്ങളും ഒക്കെയുള്ള വലിയ ഗ്രന്ഥമാണല്ലോ. അപ്പൊ നമുക്ക് ഈ ലേഖനം പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറച്ച് ഈ മഹാഭാരത കഥ നമുക്ക് എത്രത്തോളം വേണം അത് ഞാൻ ആദ്യം ഒന്ന് ചുരുക്കി പറയാം. അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അല്ലാണ്ട് മനസ്സിലാവില്ല. അപ്പോൾ മഹാഭാരതം ശരിക്കും ഒരു യുദ്ധത്തിന്റെ കഥയാട്ടോ. മഹാഭാരതം ചെന്ന് എത്തുന്നത് വലിയൊരു യുദ്ധത്തിലേക്കാണ്. യുദ്ധം എന്ന് പറയുമ്പം രണ്ട് ടീം തമ്മിലാണ്. ഒരു ടീം എന്ന് പറയുമ്പോൾ പാണ്ഡവരാണ്, മറ്റൊരു ടീം കൗരവര്. ഈ പാണ്ഡവരും കൗരവരും ചേർന്ന് നടക്കുന്ന യുദ്ധമാണ് ഈ മഹാഭാരതത്തിലെ പ്രധാന സംഭവം എന്ന് പറയുന്നത്. അത് നമ്മൾ ഭാരത യുദ്ധം എന്ന് പറയും, അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം എന്നും പറയും. അപ്പൊ കുരുക്ഷേത്ര യുദ്ധമാണ് ഈ മഹാഭാരതത്തിലെ പ്രധാന സംഭവം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഒരു സൈഡിൽ പാണ്ഡവരുണ്ട്, ഒരു സൈഡിൽ കൗരവരുണ്ട്. ഇവരാണ് ഏറ്റുമുട്ടുന്നത്. അപ്പൊ ആരാണ് പാണ്ഡവർ, ആരാണ് കൗരവർ? ഈ പാണ്ഡവർ എന്ന് പറയുന്നത് പാണ്ഡുവിന്റെ മക്കളാണ്. പാണ്ഡുവിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ റിയലി അദ്ദേഹത്തിന്റെ മക്കളല്ല. കാരണം പാണ്ഡുവിന് ഒരു ശാപമൊക്കെ കിട്ടിയതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് എന്താ പറയാ, പത്നിമാരോട് അങ്ങ് അടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പം പാണ്ഡുവിന് ശരിക്കും രണ്ട് ഭാര്യമാരാണ്. ഒരാള് കുന്തി, മറ്റേയാള് മാദ്രി. അങ്ങനെ ഈ കുന്തിയിലും മാദ്രിയിലും ഉണ്ടാവുന്ന 5 മക്കളാണ് പഞ്ചപാണ്ഡവർ എന്ന് പറയുന്നത്. പാണ്ഡുവിന്റെ 5 മക്കൾ പഞ്ചപാണ്ഡവർ. ഞാൻ പറഞ്ഞല്ലോ, അത് റിയലി നോക്കുമ്പോൾ 5 പേര് പാണ്ഡുവിന്റെ മക്കളല്ല. പക്ഷെ നമ്മൾ ഇതിഹാസത്തിൽ പാണ്ഡുവിന്റെ മക്കളായിട്ട് പഞ്ചപാണ്ഡവർ 5 പേര്. ആരൊക്കെയാണ് അവര്? യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. ഇതില് യുധിഷ്ഠിരനും ഭീമൻ അഥവാ ഭീമസേനൻ എന്നും പറയും, ഭീമനും അർജുനനും കുന്തിയുടെ മക്കളാണ്. എന്നാൽ നകുലൻ, സഹദേവൻ ഇരട്ടകളാണ്, മാദ്രിയുടെ മക്കളാണ്. അങ്ങനെ 2 ഭാര്യമാരുടെ 5 മക്കളും ചേർത്ത് പാണ്ഡുവിന് നമ്മൾ 5 മക്കൾ എന്ന് പറയും. ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മക്കളല്ല എന്നുള്ളത്. പണ്ട് ഈ കുന്തി ദേവിയൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത്, ഒരു കൗമാരപ്രായമൊക്കെ ആയിരുന്ന സമയത്ത് അവരുടെ അടുത്ത് വന്നിരുന്നു ദുർവാസാവ്. ഈ ദുർവാസാവിനെ നന്നായിട്ട് പരിചരിച്ചതിന്റെ പേരിൽ ദുർവാസാവ് ഒരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഓരോ ദേവന്മാരെയൊക്കെ ആർജിച്ച് അവരിൽ നിന്ന് പുത്രോത്പാദനം നടത്താം, കുട്ടികളെ ഉണ്ടാക്കാം ഒരു വരം കൊടുത്തിരുന്നു. അപ്പോൾ കൗമാരപ്രായക്കാരിയായിട്ടുള്ള കുന്തിക്കല്ലേ ഈ വരം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് കുന്തി അതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് എക്സൈറ്റ്മെന്റ് കൊണ്ട്. അങ്ങനെ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവുന്ന ഒരു കുട്ടിയുണ്ട്. അത് ഞാൻ ട്വിസ്റ്റ് ആയിട്ട് പറയാം, അത് ആദ്യം പറയണ്ട നമുക്ക്. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പാണ്ഡുവിനെ കല്യാണം കഴിച്ചിട്ടും പാണ്ഡുവിന് കുട്ടികളെ ഉണ്ടാക്കാനുള്ള ഒരു ഇതില്ല. അപ്പം ഈ പറഞ്ഞ നേരത്തെ കിട്ടിയത് വെച്ചിട്ടാണ് ഓരോരുത്തരെ ഉപജീവിച്ചുകൊണ്ട് ഓരോ മക്കൾ ഉണ്ടാവുന്നത്. യുധിഷ്ഠിരനായാലും ഭീമസേനനായാലും അർജുനനായാലും ഒക്കെ. പിന്നെ മാദ്രി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അശ്വിനി ദേവനെയോ മറ്റോ പ്രാർത്ഥിച്ചിട്ടാണ് ഇരട്ട കുട്ടികളെ കിട്ടുന്നത്, സഹദേവനും അതുപോലെ തന്നെ നകുലനും. ഈ 5 പേരാണ് പഞ്ചപാണ്ഡവർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധമാണ് പ്രധാനപ്പെട്ട സംഭവം. അതിന് ഒരു ടീം ഇവിടെ സെറ്റാണ്, പഞ്ചപാണ്ഡവർ. ഇനി ഇപ്പുറമുള്ള ടീം എന്ന് പറഞ്ഞാൽ കൗരവരാണ്. കൗരവർ ശരിക്കും 100 പേരുണ്ട്. അതായത് ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രരുടെയും മക്കൾ 101 പേർ, 100 ആൺമക്കളും ഒരു പെൺകുട്ടിയും. ഈ 100 ആൺമക്കളുടെ പെങ്ങളാണ്. അതായത് ഈ 100 ആൺമക്കൾ നമ്മൾ കൗരവർ എന്ന് പറയും. കൗരവരുടെ സഹോദരിയാണ് ആര്? ദുശ്ശള. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധാരിക്കും നമ്മുടെ ധൃതരാഷ്ട്രർക്കും എന്തുണ്ട്? 101 മക്കളുണ്ട്. ഒരു പെൺകുട്ടി ദുശ്ശള, ബാക്കി 100 ആൺകുട്ടികൾ. അതിൽ തന്നെ മെയിൻ ആയിട്ടുള്ളത് ദുര്യോധനൻ മെയിനാണ്, അവരുടെ ആ ടീമിൽ മെയിനാണ്. അതേപോലെ തന്നെ ദുശാസനൊക്കെ ഉണ്ടല്ലോ. ദുശാസനാണ് ഇപ്പുറം പാണ്ഡവരുടെ പക്ഷത്തുള്ള ദ്രൗപദിയുടെ അഥവാ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപമൊക്കെ നടത്തുന്നത്. എനിവേ, നമുക്ക് കൗരവരുടെ ടീം സെറ്റാണ്, പാണ്ഡവരുടെ ടീം സെറ്റാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് വേണ്ടിയിട്ട്. കൗരവരുടെ ടീമിൽ ഞാൻ പറഞ്ഞു 101 പേരാണുള്ളത്. അതിൽ ദുശ്ശള കഴിച്ചാൽ പിന്നെ 100 പേരാണുള്ളത്. അപ്പോൾ അവിടെ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ കൗരവരുടെ അച്ഛനാണല്ലോ ധൃതരാഷ്ട്രര്, പാണ്ഡവരുടെ അച്ഛനാണല്ലോ പാണ്ഡു. അപ്പോൾ ഈ ധൃതരാഷ്ട്രരും പാണ്ഡുവും ഏട്ടനും അനിയനുമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ കൗരവരും നമ്മുടെ പാണ്ഡവരും എന്താണ്? കസിൻസ് ആണ്.
ഏട്ടൻ്റെ അനിയൻ്റെ മക്കളാണ്. ഇവര് തമ്മിലാണ് ഘോര ഘോര യുദ്ധം നടക്കുന്നത്, കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇത് യുദ്ധങ്ങളില്ലാത്ത കുടുംബങ്ങളുണ്ടോ, ജ്യേഷ്ഠാനുജ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളുണ്ടോ? അതൊക്കെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ധൃതരാഷ്ട്രരുടെ ഭാര്യ ആരാണ്? ഗാന്ധാരിയാണ്. ഈ പറഞ്ഞ 101 മക്കളുടെ അല്ലെങ്കിൽ കൗരവരുടെ അമ്മ ആരാണ്? ഗാന്ധാരിയാണ്. ഗാന്ധാരിയുടെ കഥ പറയുകയാണെങ്കിൽ ഗാന്ധാരിക്ക് ഒരു ആങ്ങളയുണ്ട്, ശകുനി. ഈ ശകുനി എന്ന് പറയുന്ന പേര് തന്നെ നിങ്ങൾ ഏഷണിക്കാർക്ക് ഉപയോഗിക്കാറുണ്ട്, സാധാരണ പ്രയോഗിക്കാറുണ്ട്. അവരൊരു ശകുനി എന്ന് പറയും, ഇത്രയും ദുഷ്ടചിന്തയുള്ളവനാണെന്ന് പറയും. ഈ ശകുനി വെറും ദുഷ്ടനാണ്. ശകുനി ഒരുപാട് ഏഷണികളൊക്കെ നടത്തി എല്ലാവരെയും നശിപ്പിച്ച് ഈ യുദ്ധത്തിൽ വരെ എത്തിക്കുന്നത് ശകുനിയാണ്. അപ്പൊ ഈ ഗാന്ധാരി നല്ലൊരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ ഗാന്ധാരി ധൃതരാഷ്ട്ര കല്യാണം കഴിച്ചല്ലോ. ഈ ധൃതരാഷ്ട്രക്ക് കാഴ്ചയില്ല. അപ്പൊ ഗാന്ധാരി എന്ത് ചെയ്യുന്നറിയോ? എന്റെ ഭർത്താവിന് കാഴ്ചയില്ല. ധൃതരാഷ്ട്രക്ക്, ഈ കൗരവരുടെ അച്ഛൻ ധൃതരാഷ്ട്രക്ക് കാഴ്ചയില്ല. എന്റെ ഭർത്താവിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് കൗരവരുടെ അമ്മ ഗാന്ധാരി ചിന്തിക്കുക, എന്റെ ഭർത്താവിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് എന്റെ ഭർത്താവ് കാണാത്ത ഈ ലോകം ഞാനും കാണണ്ട എന്നും പറഞ്ഞ് സ്വന്തം കണ്ണ് കെട്ടിക്കളയുന്നുണ്ട് ആര്? ഗാന്ധാരി. അങ്ങനെ അവർക്ക് ജനിക്കുന്നതാണ് ആര്? ഈ 101 മക്കൾ. ആ 101 മക്കളുടെ ജനനത്തിന് പിന്നിലും കഥയുണ്ട്. അതായത് കുന്തിയൊക്കെ ഗർഭം ധരിച്ചിട്ട് പ്രസവിച്ചിട്ടും പിന്നെ നമ്മുടെ ഗാന്ധാരി 2 വർഷം എങ്ങാനും ഗർഭം ധരിച്ചിട്ടും പ്രസവിക്കുന്നില്ല. അങ്ങനെ പിന്നെ പ്രസവിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു മാംസപിണ്ടാണ്. പിന്നെ വ്യാസനൊക്കെ വന്ന് സന്ദർശിച്ചു, മാംസപിണ്ടം കഷ്ണങ്ങളാക്കി ഓരോ കൂടത്തിലാക്കി അങ്ങനെ 100-101 മക്കളായി എന്നൊക്കെയാണ് കഥ. അത്ര അങ്ങോട്ടേക്ക് നമ്മൾ പോകണ്ട. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ലേഖനം പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം മതി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുരുക്ഷേത്ര യുദ്ധത്തിന് പാണ്ഡവര് സെറ്റ്, കൗരവര് സെറ്റ്. നോക്കണം, നമുക്ക് ഇവിടുന്ന് മേലേന്ന് തുടങ്ങാം. കൗരവരെന്ന് പറയുമ്പോൾ ധൃതരാഷ്ട്രരുടെ മക്കളാണ്, ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും മക്കള്. എന്നാൽ പാണ്ഡവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? പാണ്ഡുവിന്റെയും അപ്പുറം സ്ത്രീകളായിട്ട് ആരൊക്കെയുണ്ട്? കുന്തിയും മാദ്രിയും ഉണ്ട്. പാണ്ഡു, കുന്തി, മാദ്രി മക്കളാണ് ആര്? ഈ 5 പേര്. അപ്പോ ഇവർ 5 പേരേ ഉള്ളൂ. ഇവരാണെങ്കിൽ ഈ പറഞ്ഞ 100 പേരുണ്ട്. ഈ ധൃതരാഷ്ട്രരും ഈ പാണ്ഡുവും ഏട്ടനും അനിയനുമാണെന്ന് ആലോചിക്കണം. കൗരവരും പാണ്ഡവരും കസിൻസ് ആണെന്നും ആലോചിക്കണം. ഇവർ തമ്മിലാണ് അടി, ഇവർ തമ്മിലാണ് ഫൈറ്റ്, സംഘർഷം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഭാരത യുദ്ധം ഉണ്ടായതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ശകുനി നിരന്തരം ഈ കൗരവരുടെ കൂട്ടത്തിൽ മെയിൻ ആയിട്ടുള്ള ദുര്യോധനിൽ വിഷം കുത്തി നിറച്ചു കൊടുക്കും. ഭീമനെ ഇല്ലാണ്ടാക്കണം, പാണ്ഡവരെ ഇല്ലാണ്ടാക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ് വിഷം കുത്തി നിറച്ചു കൊടുക്കും. ശകുനിക്ക് പിന്നെ ഈ കല്യാണം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് പെങ്ങള് ഗാന്ധാരി കാഴ്ചയില്ലാത്ത ധൃതരാഷ്ട്ര കല്യാണം കഴിച്ചതൊന്നും ശകുനിക്ക് തീരെ പിടിച്ചിട്ടില്ല. ശകുനി എവിടെയൊക്കെ പാര വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ പാര വെച്ചു. ഈ കൗരവരുടെ മാമനാ. അപ്പം പാര വെച്ച് നശിപ്പിച്ചിട്ടാണ് ഈ യുദ്ധത്തിലേക്ക് എത്തിയത്. നമ്മളൊക്കെ ചുറ്റുപാടത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ശകുനിമാരെ കിട്ടുന്നുള്ളതാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ കാരണം പറഞ്ഞു. പിന്നെ ഈ ഇവരാണ് കൗരവര്. ഈ കൗരവരുടെ പക്ഷത്തുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ദുശാസനാണ്. ഈ പാണ്ഡവരുടെ 5 പേരുടെ കോമൺ ഭാര്യ ഉണ്ടല്ലോ, പാഞ്ചാലി, ദ്രൗപദിയുടെ വസ്ത്രം ഉരിഞ്ഞു കളയുന്നത്. അത് മാത്രമല്ല, പിന്നെ വസ്ത്രാക്ഷേപം അല്ലെ, അത് മാത്രമല്ല ഈ പാണ്ഡവരോട് ചൂത് കളിച്ചിട്ട് ഇവർ കള്ളത്തരം കാണിക്കും. മെയിനായിട്ട് ശകുനി അതിലൊക്കെ ഇവരോട് കള്ളത്തരം കാണിച്ചിട്ട് ഇവർക്ക് ശിക്ഷയൊക്കെ കൊടുക്കുന്ന സംഭവമുണ്ട്. ഇതൊക്കെ കൂട്ടി കലർത്തിയിട്ടാണ് അവസാനം യുദ്ധത്തിലേക്ക് എത്തുന്നത്. ആ രാജ്യത്തിന്റെ അവകാശവും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെയൊന്നും നമ്മൾ പറയാതെ പോകുന്ന ഒരു കഥാപാത്രം, അയാളാണ് കർണൻ. ആരായിരുന്നു മഹാഭാരതത്തിൽ കർണൻ? കർണനെ നിങ്ങൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളോട് എന്തായാലും കരഞ്ഞു പോകുമെന്ന് ഞാൻ പറയും. കാരണം ഇത്രത്തോളം അപമാനം സഹിച്ച ഒരു കഥാപാത്രം മഹാഭാരതത്തിൽ വേറെയില്ല. അതായത് ആരാണ് കർണൻ ഞാൻ പറയാം. അതാ ഞാൻ ആ കഥാപാത്രത്തെ നേരത്തെ പറയാന്ന് പറഞ്ഞത്. നമ്മുടെ പാണ്ഡവരിൽ 3 പേരുടെ അമ്മയായിട്ടുള്ള കുന്തിക്ക് ഈ പറഞ്ഞ ചെറിയ പ്രായത്തിലെ ദുർവാസാവ് ഒരു അനുഗ്രഹം കൊടുത്തതിന്റെ പേരിൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഇന്ന ആൾക്കാരെ ജപിച്ചും ആലോചിച്ച് മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവുന്നത്. അപ്പൊ ആ ചെറിയ പ്രായത്തിൽ ഈ അനുഗ്രഹം കിട്ടിയ കുന്തി മെച്യൂരിറ്റി ഇല്ലല്ലോ, തോന്നി ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം. അങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം സൂര്യ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആ മന്ത്രം ചൊല്ലും. അങ്ങനെ സൂര്യൻ പ്രത്യക്ഷപ്പെടും, ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കാൻ നിൽക്കും. സൂര്യൻ പ്രത്യക്ഷപ്പെട്ടതും കുന്തി പേടിച്ചു പോയി. കുന്തി പറഞ്ഞ് ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, അങ്ങനെയൊന്നും പ്രസവിക്കാനൊന്നും വേണ്ടിയിട്ടില്ല, ഞാനൊരു കന്യകയാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ പ്രസവിച്ച നാട്ടുകാരെന്താ പറയാ, അങ്ങനെ ഇവളാകെ പേടിച്ചു പോയി. പക്ഷേ നമ്മുടെ സൂര്യൻ പറഞ്ഞു, എന്നെ നീ വിളിച്ചുപോയി, ഇനി ഈ പുത്രോത്പാദനം നടത്താതെ എനിക്ക് പോകാൻ പറ്റൂല. അങ്ങനെ പുത്രോത്പാദനം നടത്തിയ പുത്രനാണ് കർണൻ. ചുരുക്കി പറഞ്ഞാൽ പിന്നീട് വന്ന ഈ പഞ്ചപാണ്ഡവർ 5 പേരുടെ മൂത്ത ജ്യേഷ്ഠനാണ് സത്യത്തിൽ ആര്? കർണൻ. പക്ഷെ കുന്തി കന്യകയായിരിക്കുന്ന കാലത്ത്, കല്യാണം കഴിക്കാത്ത കാലത്ത് ഉണ്ടായ കുട്ടിയാണ് ആര്? കർണൻ എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ. അപ്പം സൂര്യനാണ് അച്ഛൻ, കർണന്റെ അമ്മ കുന്തിയാണ്. പക്ഷേ കുന്തി ഈ കുട്ടി ജനിച്ചപ്പം, കർണൻ ജനിച്ചപ്പം അപമാനം ഭയന്നിട്ട് ഗംഗാ നദിയിൽ അങ്ങ് ഒഴുക്കി വിട്ട്. ആ കുട്ടിയെ കിട്ടിയത് അതിരഥനാണ്. അതിരഥൻ ഒരു തേരാളിയാണ്, സൂതനാണ്, കുതിരക്കാരനാണ്, ഒക്കെയാണ്.
അപ്പോൾ ആ ഒരു സൂതനായിട്ടുള്ള അതിരഥനാണ് ആരെ കിട്ടിയത്? കർണനെ കിട്ടിയത്. ആ കർണനെ എടുത്ത് വളർത്തി സൂതനായ അതിരഥനും ഭാര്യ രാധയും. അപ്പൊ യഥാർത്ഥ കർണന്റെ അമ്മ കുന്തിയാണെങ്കിലും കർണൻ അറിയപ്പെടുന്നത് രാധേ എന്നാണ്. രാധയുടെ പുത്രൻ, എടുത്ത് വളർത്തിയ അതിരഥന്റെ ഭാര്യ ആണ് രാധ. അപ്പൊ അതിരഥനും രാധയും കൂടിയാണ് കർണനെ വളർത്തുന്നത്. അങ്ങനെയുള്ള കർണൻ ആരാണ്? കർണൻ പഞ്ചപാണ്ഡവരുടെ, ഈ സൈഡിലുള്ള പഞ്ചപാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനാണ് കണക്കിൽ. കുന്തിക്ക് ആദ്യം ഉണ്ടായതാണ്. അതിനുശേഷമാണ് യുധിഷ്ഠിരനും ഭീമനും അർജുനനും ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ മാതൃയിലാണ് പാണ്ഡുവിന് ആര്? നകുലനും സഹദേവനും ഇരട്ടയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പാണ്ഡവരിൽ ഏറ്റവും ടോപ്പായി നിൽക്കേണ്ട ആളായിരുന്നു ആര്? കർണൻ. പക്ഷേ കുന്തിയുടെ അന്നത്തെ ആ ഒരു കൗതുകം കൊണ്ട്, പിന്നെ അപമാനം പേടിച്ച് ഒഴുക്കി വിട്ടത് കൊണ്ട് സൂതന്റെ അടുത്താണ് വളർന്നത്. അതിരഥൻ എന്ന് പറയുന്ന സൂതൻ, ഭാര്യ രാധ, അവിടെ വളർന്ന കർണൻ. അപ്പൊ ഇത്രയും വലിയ രാജകൊട്ടാരത്തിൽ ഇങ്ങനെയൊക്കെ ഈ രാജ്യമൊക്കെ കിട്ടേണ്ടിയിരുന്ന കർണൻ അങ്ങനെ അവിടെയാണ് വളർന്നത്. ആ കർണന്റെ അരങ്ങേറ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മഹാഭാരത യുദ്ധം ഇങ്ങനെ പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പശ്ചാത്തലത്തിലേക്ക് ആരരങ്ങേറി വരുന്നു? കർണൻ അരങ്ങേറി വരുന്നു. നോക്കണേ, ഈ സൈഡിലുള്ള പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനായിട്ട് വരുന്ന ആളാണ് കർണൻ. എന്നാൽ ആ കർണൻ ഈ യുദ്ധത്തില് കൗരവരുടെ കൂടെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർണൻ വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പാണ്ഡവന്മാർക്ക് ഇതാരാണെന്നും അറിയില്ലല്ലോ, കാര്യങ്ങളും കഥകളും ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ അർജുനൻ കുറെ വലിയ വലിയ കഴിവുകൾ കാണിക്കും. ഒരുപാട് അസ്ത്രങ്ങൾ ഉപയോഗിച്ച് പല പല കഴിവുകളും കാണിക്കും. നമ്മുടെ അർജുനൻ, പാണ്ഡവരിലുള്ള അർജുനൻ. അപ്പം വേഗം കർണൻ പുറത്തുനിന്ന് വന്നിട്ട് പറയാണ്, അർജുനൻ കാണിച്ച സാധനങ്ങളൊക്കെ ഞാനും കാണിക്കാം. അതൊക്കെ കർണൻ കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ഇപ്പുറത്തുനിന്ന് കൗരവരത് കാണുന്നുണ്ടല്ലോ. കൗരവർക്ക് മനസ്സിലായി എന്ത്? അർജുനന് ഓപ്പോസിറ്റ് ഉള്ള ഒരാളാണ് കർണൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കൗരവരല്ല, സോറി കേട്ടോ, അതായത് പാണ്ഡവരാണല്ലോ ഇവിടെ ഉള്ളത്. പാണ്ഡവർക്ക് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ആര് വന്നിരിക്കുന്നത്? കർണൻ വന്നിരിക്കുന്നത്. അപ്പൊ കൗരവരെ സംബന്ധിച്ചിടത്തോളം കർണൻ ഒരു ആയുധമാക്കി എടുക്കാം. കാരണം കൗരവർക്ക് പാണ്ഡവരോട് യുദ്ധം ചെയ്യാനുള്ളത്. പാണ്ഡവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ആരും വന്നിരിക്കുന്നത്, കർണനും വന്നിരിക്കുന്നത്. അങ്ങനെ ഈ കർണനെ കൗരവരുടെ കൂടെ ചേർക്കും, ദുര്യോധനനൊക്കെ ഇടപെട്ടിട്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് വലിയ പരിഹാസം അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേര് പറയാൻ പറയുന്നുണ്ട് കർണനോട്. കർണൻ എങ്ങനെ പറയും? അപ്പൊ ആ സമയത്ത് വലിയ പരിഹാസം അനുഭവിക്കുന്ന സമയത്ത് കൂടെ കൂട്ടുന്നത് ദുര്യോധന. അപ്പം അങ്ങനെ കൂടെ കൂട്ടിയത് കൊണ്ട് കർണൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് പകരം. അപ്പം ദുര്യോധനൻ പറയുന്നുണ്ട്, സഖ്യം, തീരാത്ത സഖ്യമാണ് വേണ്ടത്, എന്നും ഒപ്പം ഉണ്ടാവണമെന്ന്. ആ വാക്ക് കർണൻ മരിക്കുവോളം പാലിക്കുന്നുണ്ട്. കർണന് ജന്മനാ പിന്നെ എന്തുണ്ട്? കവചകുണ്ടലങ്ങളുണ്ട്. സൂര്യൻ കർണനെ സൃഷ്ടിക്കുമ്പോൾ കൊടുത്തത് അത് കവചകുണ്ടലങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് ഇട്ട് നിൽക്കുന്ന കർണനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. എന്നാൽ ഈ യുദ്ധത്തിന്റെ ഇടയിൽ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് ആ കവചകുണ്ടലം ചതിയാണെന്ന് അറിഞ്ഞിട്ടും വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ കുണ്ടലം അങ്ങനെ ദേവേന്ദ്രന് വിട്ടുകൊടുക്കുന്ന സമയത്ത് ഒരു വരം കിട്ടുന്നുണ്ട്. അതായത് ഒരാളെ മാത്രം കൊല്ലാൻ പാകത്തിലുള്ള ഒരു അമ്പ്. അത് വെച്ചിട്ട് അർജുനനെ കൊല്ലാമായിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിന്റെ ഇടയിൽ ഗഡോൽഖജൻ, ഭീമന്റെ പുത്രൻ, ഹിഡുംബിയിൽ ഭീമനുണ്ടായ പാണ്ഡവരുടെ സൈഡ്, ഗജോൽക്കരൻ കയറി അങ്ങ് ഗഡോൽഖജൻ കയറി അങ്ങ് മുന്നേറിയപ്പോഴത്തേക്ക് കൗരവർ പറഞ്ഞു, ആ അസ്ത്രം വെച്ചിട്ട് കർണ അവനെ കൊല്ലുന്നു. പക്ഷെ ആകെ കയ്യിലുള്ള അസ്ത്രം അത്, കവചകുണ്ടലവും പോയി, ആ അസ്ത്രം വെച്ചിട്ട് കൊല്ലുമെന്ന് പറഞ്ഞു. ആ അസ്ത്രം വെച്ചിട്ട് ഇനി അർജുനനെ തീർക്കാൻ പറ്റുമെന്ന് അറിയാം. എന്നാലും കൗരവര് പറഞ്ഞതുകൊണ്ട് അതുപയോഗിച്ചു. എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പം കർണൻ അറിയാം ആകെ കയ്യിലുള്ള ആയുധമാണ് അത്, ഒരാളെ മാത്രം കൊല്ലാൻ പറ്റുന്നത്, അത് അർജുനനെ തീർക്കാനുള്ളതാണ്. പക്ഷേ ഒരു വല്ലാതെ അപമാനിതനായപ്പം സഹായിച്ചത്, കൂടെ നിർത്തിയത് കൗരവര. അപ്പം പറഞ്ഞു സഖ്യം ചേരുന്നു. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആകെയുള്ള ഈ ഒരു അസ്ത്രം ഗഡോൽഖജനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ യുദ്ധത്തിന്റെ 18 നാളല്ലേ ഈ യുദ്ധം നിൽക്കുന്നത്. 17 നാളോ മറ്റോ നമ്മുടെ കർണൻ മരിച്ചു പോവുക ചെയ്യുന്നത്. അപ്പൊ ആ കർണന്റെ ക്യാരക്ടർ നിങ്ങൾ നോക്കണം. കർണനാണ് നമുക്ക് പഠിക്കാനുള്ളതിൽ മെയിൻ. കർണന്റെ ക്യാരക്ടർ നിങ്ങൾ നോക്കണം. അതായത് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ദാനശീലമായിട്ട് കയ്യിലുള്ള കവചകുണ്ടലവും കൊടുത്തു, ആകെയുള്ള ഒരു അസ്ത്രം അതും ഗഡോൽഖജനെ ഒഴിവാക്കാൻ വേണ്ടി കൗരവർ പറഞ്ഞിട്ട് ഉപയോഗിച്ചു. അങ്ങനെ പറഞ്ഞ വാക്കിന് ഇത്രയും ആഴം ഉണ്ടാവാറ് ആർക്കാണ്? ഒരുപാട് വേദന അനുഭവിച്ചവർക്കല്ലേ. നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നോക്കൂ. അപ്പൊ കർണൻ ഇത്രയധികം അപമാനിക്കപ്പെട്ടത് കൊണ്ടൊക്കെ തന്നെ പറഞ്ഞ വാക്കിന് അത്രയും ഉറപ്പുള്ള ആളായിരുന്നു. അങ്ങനെയാണ് കർണന്റെ കഥ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ സന്ദർഭത്തിലേക്ക് പോകാം. ഏത് സന്ദർഭത്തിലേക്ക്? കർണന്റെ അരങ്ങേറ്റം, എവിടെയാണ് കർണൻ അരങ്ങേറുന്നത്, ആ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ കർണന്റെ അരങ്ങേറ്റം കുട്ടിക്കൃഷ്ണമാരാര്. ദ്രോണാചാര്യരുടെ കീഴിൽ പാണ്ഡവരും ധാർത്തരാഷ്ട്രരുമായ രാജകുമാരന്മാരുടെ ആയുധാഭ്യാസം കഴിഞ്ഞ്. അപ്പൊ ദ്രോണാചാര്യര് ഒരു കോച്ചായിട്ട് ഉണ്ട്. ദ്രോണാചാര്യരുടെ കീഴില് പാണ്ഡവരും ധൃതരാഷ്ട്രരുടെ മക്കൾ, അതായത് കൗരവര്. അപ്പം പാണ്ഡവരും
കൗരവരും ആ രണ്ട് രാജകുമാരന്മാരുടെയും ആയുധാഭ്യാസം കഴിഞ്ഞു. യുദ്ധത്തിലേക്കല്ലേ പോന്നെ. ആയുധാഭ്യാസം കഴിഞ്ഞ് അവരുടെ അരങ്ങേറ്റം നടത്തുകയാണ്. പാണ്ഡവരുടെയും കൗരവരുടെയും അരങ്ങേറ്റം നടത്തുകയാണ്. ഇവിടെ ഒന്നും ആരില്ല, നമ്മുടെ കർണനില്ല. കർണനെ പാണ്ഡവരുടെ പക്ഷത്ത് കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. നേരത്തെ ഒഴുക്കി വിട്ടതല്ലേ ചെറുതിലെ ആര്? കുന്തി. അപ്പം നമ്മുടെ കർണൻ എപ്പോഴാ വരിക നോക്കാം. നഗരത്തിന് പുറമെ വിശാലമായ ഒരു ഒഴിഞ്ഞ സ്ഥലം നികത്തി വെടിപ്പാക്കി പൂജ കഴിച്ച് കാഴ്ചക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ നിർമ്മിക്കപ്പെട്ടു. അപ്പൊ ഈ വലിയ ആയുധാഭ്യാസവും കാര്യങ്ങളൊക്കെ അല്ലേ, പാണ്ഡവരുടെയും കൗരവരുടെയും അംഗവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ട് നഗരത്തിന് പുറമെ വിശാലമായ ഒരു ഒഴിഞ്ഞ സ്ഥലം നികത്തിയിട്ട് വെടിപ്പാക്കി പൂജ കഴിച്ച് കാഴ്ചക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഇവർ തമ്മിലുള്ള ഈ അഭ്യാസമൊക്കെ കാണാൻ കാണികൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗാലറിയൊക്കെ സെറ്റ് ചെയ്ത് ഭീഷ്മ പിതാമഹനെ മുൻനിർത്തി ധൃതരാഷ്ട്രരും, അറിയാലോ ധൃതരാഷ്ട്ര കൗരവരുടെ പിതാവ്, വിതുരർ മുതലായ കുരുവൃദ്ധന്മാരും, കുരു അവരുടെ വംശാണ് കുരു. അപ്പം ഭീഷ്മ പിതാമഹൻ അവരുടെ പിതാമഹ സ്ഥാനത്തുള്ളതാണ്. ഭീഷ്മ പിതാമഹനെ മുൻനിർത്തി ധൃതരാഷ്ട്രരും വിതുരർ പോലെയുള്ള കുരുവംശത്തിലെ വൃദ്ധന്മാരും, ഗാന്ധാരി ഈ സൈഡ്, കൗരവ സൈഡ്, കുന്തി ഈ സൈഡ് മുതലായ അന്തപുര സ്ത്രീകളും പൗരന്മാരും ജാനപദന്മാരും എല്ലാം ഹൃഷ്ടരായി തക്ക സ്ഥാനങ്ങളിൽ വന്നിരുന്നു എന്ന് വെച്ചാൽ ഈ അഭ്യാസങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാം വന്ന് നിന്ന്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് കൗരവരുടെയും പാണ്ഡവരുടെയും അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയ ഗാലറി ഒക്കെ ഉണ്ട്. വലിയ വലിയ ആൾക്കാർ, പിന്നെ കുരുവംശത്തിലെ വൃദ്ധരും അതുപോലെ തന്നെ അന്തപുര സ്ത്രീകളും എല്ലാവരും വന്ന് ഇതിങ്ങനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. കൊട്ടും മേളവും മുഴങ്ങി. ഇപ്പം അഭ്യാസമൊക്കെ കാണാം. അനന്തരം വസ്ത്രവും പൂണൂലും എന്ന പോലെ തലമുടിയും താടിയും വെളുത്ത ദ്രോണാചാര്യർ പുത്രനോടുകൂടി വന്ന് രംഗപൂജ കഴിപ്പിച്ചു. ദ്രോണർ പുത്രനോട് മകന്റെ കൂടെ വന്നിട്ട് രംഗപൂജ കഴിപ്പിച്ചു. ബ്രാഹ്മണരുടെ പുണ്യാഹ ഘോഷങ്ങൾ മുഴങ്ങി. ഭൃത്യന്മാർ ആയുധങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. ഭൃത്യന്മാരൊക്കെ നിങ്ങൾക്ക് ആ ഒരു സീന് കിട്ടുന്നില്ലേ? അത് ഇവരുടെ അംഗത്തിലേക്ക് വരികയാണ്. അപ്പൊ കൗരവർക്കും പാണ്ഡവർക്കും ഒക്കെ അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിരുന്ന് അങ്ങനെ പുത്രനെയും കൂട്ടിയിട്ട് ദ്രോണാചാര്യർ വന്നിട്ട് രംഗപൂജയൊക്കെ കഴിച്ച് പുണ്യാഹഘോഷങ്ങളൊക്കെ മുഴങ്ങിയതിനു ശേഷം ഭൃത്യന്മാര് എന്ത് ചെയ്തു? ആയുധങ്ങള് കൊണ്ടുവന്ന് വെച്ചു. ആ 105 സഹോദരന്മാരും പടക്കോപ്പണിഞ്ഞ്, 105 എന്ന് പറയുമ്പോൾ 100 കൗരവരുണ്ട്, 5 പാണ്ഡവരുണ്ട്. അപ്പം ആ 105 സഹോദരന്മാരും പടക്കോപ്പണിഞ്ഞ് ജ്യേഷ്ഠക്രമത്തിൽ വഴിക്ക് പ്രവേശിച്ച് അത്ഭുതകരമായ അമ്പെയ്ത്ത് തുടങ്ങി. ഇത് കാണാനാണ് ഗാലറിയൊക്കെ കെട്ടിയിട്ട് ഫുൾ ആൾക്കാരുള്ളത്. അമ്പുകൾ ഏറ്റാലോ എന്ന് പേടിച്ച് ആളുകൾ തല താഴ്ത്തി. അങ്ങനെയുള്ള അഭ്യാസമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലർ മിഴിച്ചു നിന്നു. ഓ, ഇതെന്തൊക്കെയായി കൗരവരും പാണ്ഡവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുമാരന്മാരുടെ രഥാശ്വ ഗജാരോഹ വൈദഗ്ധ്യവും മറ്റും കണ്ട് സദസ്സിൽ നിന്ന് കൂടെ ഭലേ വിളികൾ മുഴങ്ങി. അതായത് കൗരവരുടെയും പാണ്ഡവരുടെയും ഈ ശക്തിയും അഭ്യാസവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എല്ലാവരും വാവ് അത് ഇന്നത്തെ രീതിയിൽ കേട്ടോ, ഭലേ എന്നുള്ള രീതിയിൽ ആർപ്പ് വിളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇവരുടെ ഓരോ കഴിവുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് സുയോധനൻ ദുര്യോധനൻ കേട്ടോ. ദുര്യോധനൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൗരവപക്ഷത്തുള്ള മെയിൻ. വൃഗോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമന. ഈ വൃഗം എന്ന് പറഞ്ഞാൽ ചെന്നായ എന്ന അർത്ഥം, ഉദരം വയറ്. വൃഗോദരൻ ചെന്നായെ പോലെ വയറുള്ളവൻ, ഭീമന്റെ മറ്റൊരു പേരാ. അപ്പം പിന്നീട് സുയോധനനും, കൗരവരുടെ പക്ഷത്ത് നിന്ന് സുയോധനനും അഥവാ ദുര്യോധനനും, പിന്നെ പാണ്ഡവരുടെ പക്ഷത്ത് നിന്ന് വൃഗോദരൻ അഥവാ ഭീമനും ഗദയേന്തി കളത്തിലേക്ക് ഇറങ്ങി. അവർ വാശി പൂണ്ടു. പല പയറ്റുമുറകളും കാട്ടി. കാഴ്ചക്കാർക്കിടയിൽ പക്ഷപാത ഭേദം മൂലം കക്ഷി പിരിവ് വരികയായി. എന്ന് വെച്ചാൽ കൗരവരുടെ സുയോധനനും പാണ്ഡവരുടെ ഭീമനും തമ്മിൽ ഇങ്ങനെ ഗദായുദ്ധം നടക്കുന്ന സമയത്ത് പിന്നെ കാണുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്ത്, ഞങ്ങൾ കുറെ പേര് പിന്നെ ഭീമൻ ഫാൻസ്, അല്ലെങ്കിൽ ഞങ്ങൾ കുറെ പേര് നമ്മുടെ പിന്നെ സുയോധനൻ അഥവാ ദുര്യോധനൻ ഫാൻസ് എന്ന് പറഞ്ഞ് കക്ഷി പിരിവ് തുടങ്ങി. അപ്പോൾ ബുദ്ധിമാനായ ദ്രോണാചാര്യർ പുത്രനെ അയച്ച് അവരെ പിരിച്ചുവിട്ടു. എന്നിട്ട് അദ്ദേഹം കളത്തിൽ ചെന്ന് മേളവാദ്യം തടഞ്ഞിട്ട് പറഞ്ഞു, മേളവാദ്യം, ആ ഒരു മേളം ഉണ്ടല്ലോ, അത് തടഞ്ഞിട്ട് പറഞ്ഞു, എനിക്കെന്റെ പുത്രനേക്കാൾ പ്രിയതരനായ അർജുനനെ കണ്ടുകൊള്ളുവിൻ. അങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനാണ് ആര്? അർജുനൻ പാണ്ഡവരുടെ പക്ഷത്താണല്ലോ, മൂന്നാമത്തെ കുട്ടി. അപ്പൊ ഈ അർജുനനെ കണ്ടുകൊള്ളുവിൻ. അർജുനന് ഒരുപാട് വിദ്യകളൊക്കെ അറിയാം, അതൊക്കെ ഒന്ന് കാണുന്നു പറഞ്ഞു. സ്വസ്തിയനം കഴിഞ്ഞു. കയ്യുറയും പൊൻകവചവും നിറഞ്ഞ ആവനാഴിയും വില്ലും ധരിച്ച അർജുനൻ കളത്തിലിറങ്ങി. സദസ്സിൽ തിക്ക് വർദ്ധിച്ചു. അർജുനൻ വലിയ വില്ലാളി വീരൻ. അപ്പൊ അർജുനൻ വന്നപ്പോഴത്തേക്ക് സദസ്സിൽ തിക്ക് വർദ്ധിച്ചു. അർജുനൻ എന്തൊക്കെയാണ് ഇപ്പം കാണിക്കാന്നുള്ള രൂപത്തിൽ ഈ കാണികളെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാ കുന്തിപുത്രൻ. അർജുനൻ എന്ന് പറയുമ്പോൾ കുന്തിയുടെ പുത്രനാണല്ലോ. ഇതാ പാണ്ഡവ മധ്യമൻ. പാണ്ഡവന്മാര് 5 പേരിൽ മധ്യമൻ, നടുവിലത്തെ ആളാണ് ആര്? അർജുനൻ. മേലെ യുധിഷ്ഠിരൻ, താഴെ ഭീമൻ, നടുവിൽ വരുന്നത് അർജുനൻ, പിന്നെ നകുലൻ, സഹദേവൻ. അപ്പം പാണ്ഡവ മധ്യമൻ നടുവിലുള്ളവനാണ്. എന്നിങ്ങനെ ആളുകളുടെ ആർപ്പ് വിളികൾ കേട്ട് കുന്തിയുടെ മാറിടം കണ്ണീർ കൊണ്ടും മുലപ്പാൽ കൊണ്ടും കുതിർന്നു. കണ്ണീർ കൊണ്ടെന്നെല്ലാം പറയുമ്പോൾ തന്റെ മോനെയാണല്ലോ എല്ലാവരും ഇങ്ങനെ വാഴ്ത്തി പാടുന്നത്. അത് പിന്നെ മുലപ്പാൽ കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വാത്സല്യമൊക്കെ തന്നെയാണ്. കുതിർന്നു. അമ്മയ്ക്ക് ഇതിൽ വലുത് എന്ത് വേണം? സദസ്സിൽ ഇരമ്പം കേട്ട് ധൃതരാഷ്ട്രർ. ആരായിരുന്നു ധൃതരാഷ്ട്രർ?
കാഴ്ചയില്ലാത്ത കൗരവരുടെ അച്ഛൻ. അപ്പം ധൃതരാഷ്ട്രർ വിതുരരോട് ഇതെന്തെന്ന് അന്വേഷിച്ചു. അർജുനന്റെ വൈഭവമാണെന്ന് കേട്ട് ഞാൻ ധന്യനായി, അനുഗ്രഹീതനായി എന്ന് പറഞ്ഞു. രംഗം ഒതുങ്ങിയപ്പോൾ, ഇവരൊക്കെ കുടുംബക്കാരാണ്, കസിൻസ് ആണ് കൗരവരും പാണ്ഡവരും, പാണ്ഡവും ധൃതരാഷ്ട്രരും ഏട്ടനും അനിയനുമാണ്. രംഗം ഒതുങ്ങിയപ്പോൾ അർജുനൻ തന്റെ വൈദഗ്ധ്യം കാണിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ അർജുനൻ തന്റെ വൈദഗ്ധ്യം കാണിക്കുകയുണ്ടായി. എന്താണ് രംഗം ഒതുങ്ങിയപ്പോൾ അർജുനൻ കാണിച്ചത്? അർജുനന്റെ കഴിവ് കാണിക്കുകയാണ്. ആഗ്നേയ അസ്ത്രം കൊണ്ട്, അർജുനന്റെ കയ്യിൽ കുറെ അസ്ത്രം ഉണ്ടല്ലോ, ആഗ്നേയ അസ്ത്രം കൊണ്ട് തീ ഉണ്ടാക്കി, വാരുണം കൊണ്ട് വെള്ളം ഉണ്ടാക്കി, ഭൗമം കൊണ്ട് ഭൂമിയിലാടും, അന്തർദാനം കൊണ്ട് മറഞ്ഞു, ഡിസപ്പിയർ ആയി, അപ്രത്യക്ഷനായി, ക്ഷണനേരം കൊണ്ട് കുറിയവനും നെടിയവനും ഹൈറ്റുള്ളവനും ഒക്കെ ആയി മാറി, ക്ഷണനേരം കൊണ്ട് തേർനുഖത്തിലും തേർ തടത്തിലും കാണപ്പെട്ടു, അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. എന്ന് വെച്ചാൽ അർജുനൻ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ കഴിവ് കാണിക്കുകയാണ്. അത്രയും കഴിവുണ്ടല്ലോ. വട്ടം ചുറ്റുന്ന ഒരു ലോഹ വരാഹത്തിന്റെ വായിൽ ഒപ്പം 5 അമ്പ് എയ്ത് തറച്ചു. കയറിൽ തൂങ്ങിയാടുന്ന ഒരു കാളക്കൊമ്പിന്മേൽ 21 അമ്പ് എയ്തേൽപ്പിച്ചു. ഇതുപോലെ ഗഡ്ഗാദി പ്രയോഗത്തിലും പല അത്ഭുതങ്ങൾ കാണിച്ചു, പല വാൾപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞ സരസ്വം നടങ്ങിയപ്പോൾ അർജുനന്റെ കഴിവ് മൊത്തം കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയി തോന്നുന്നു. ഈ ഭാഗത്തിൽ ഞാൻ ഇത്രയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ട് ചോദിക്കണേ. പിന്നെ ഞാൻ ഇത് ഈ എക്സാം മുമ്പിലുള്ളത് കൊണ്ട് പല കുട്ടികളും ആവശ്യപ്പെട്ട പ്രകാരം എടിപിടിയിൽ എടുക്കുകയാണ് ക്ലാസ്. അപ്പം എൻ്റെ മുൻ വായനയുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കഥകളൊക്കെ പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്തോ. എന്നോട് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കേട്ടോ. ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ റെഡിയാണ്. നമുക്ക് തിരുത്തിയിട്ടൊക്കെ മുന്നേറാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പെട്ടെന്ന് ഫ്രണ്ടിൽ എക്സാം ഉള്ളതുകൊണ്ട്, ഇക്കൊല്ലം വന്ന സിലബസുമാണ്, പെട്ടെന്ന് മുമ്പിൽ എക്സാം ഉള്ളതുകൊണ്ട് എടിപിടി പഴയ വായനയുടെ ഒക്കെ ഒരു ക്രോഡീകരണത്തിലൂടെ അങ്ങ് പറയുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ പറയാനോ എന്തെങ്കിലും തിരുത്താനോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നു കേട്ടോ. കഥയൊക്കെ ഓരോരുത്തർ വായിക്കുമ്പോൾ ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. താങ്ക് യു.